കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മർദ്ദനപ്പാടുകൾ അസീമിന്റെ ശരീരത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല. കൂടുതൽ പരിശോധനകൾക്കായി ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. ദൃശ്യ പുതിയടത്ത വിവരങ്ങൾ നൽകും. ദൃശ്യ, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ? അനിഷ, നിലവിൽ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനം. അതായത് അസീമിന്റെ ഭാര്യ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ചായിരുന്നു വീണ്ടും ഈ ഖബർ പൊളിച്ച് വീണ്ടും ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഉള്ള നീക്കത്തിലേക്ക് പോയത്. എന്തായാലും അതിനുശേഷം കൃത്യമായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്താണ് ഇതിന് പിന്നിലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നടപടിയായിട്ടുള്ളത്. അതിലിപ്പോൾ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക നിഗമനം അങ്ങനെയാണ്. ഇനി ആന്തരികാവയവങ്ങളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിനൊരു കൃത്യമായ വ്യക്തത ഉണ്ടാവുക. നിലവിൽ അസ്വാഭാവികതയില്ല. തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസും ഈ ഡോക്ടർമാരും ഉള്ളത്. ഇതിനുശേഷം ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഖബർ പൊളിക്കുന്നതും അസീമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും. കഴിഞ്ഞ 7-ാം തീയതിയാണ് അസീം മരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. 6-ാം തീയതി രാവിലെയോടെ ഈ അബോധാവസ്ഥയിലായിരുന്ന അസീമിനെ ബന്ധുക്കളും ഭാര്യയും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് 7-ാം തീയതി പുലർച്ചെയോടെയാണ് അസീം മരിക്കുന്നത്. ഈ ബന്ധുക്കളും ഭാര്യയും പറഞ്ഞത് അസീമിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഈ മർദ്ദനത്തിന്റെ പാടുകളൊന്നും മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളതല്ല. എന്തായാലും അതൊന്നും അല്ല മരണ കാരണം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസും ഈ ഡോക്ടർമാരും എത്തിയിട്ടുള്ളത്. അനീഷ. ശരി.